ആശങ്കയായി രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. നിലവിലെ സാഹചര്യം വിലയിരുത്താൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. നിലവിൽ 37,000-ത്തിലധികം കേസുകളാണ് രാജ്യത്ത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി ഭാഗിക ലോക്ക്ഡൌണിലേക്ക് പ്രവേശിക്കുമോ എന്ന ആശങ്ക തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് കോവിഡ് കണക്കുകൾ. കേരളത്തിലാണ് ഏറ്റവും അധികം കോവിഡ് രോഗികൾ ഉള്ളതെന്നാണ് ഈ കണക്കുകളിൽ പറയുന്നത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോവിഡ് കേസുകളുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1400 പേർക്കാണ് കേരളത്തിൽ രോഗം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 3758 കോവിഡ് കേസുകളാണ് നിലവിൽ ഉള്ളതെന്നും പറയുന്നുണ്ട്. മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിലും കോവിഡ് കേസുകളിൽ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 485-ഉം ഡൽഹിയിൽ 436-ഉം ഗുജറാത്തിൽ 320-ഉം എന്നിങ്ങനെയാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രോഗബാധ കൂടുതലുള്ള ഇടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളും ചികിത്സാ സജ്ജീകരണങ്ങളും ഉൾക്കൊള്ളുന്ന വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും രാജ്യത്ത് കോവിഡ് കേസുകൾ തുടരെ വർദ്ധിക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആരോഗ്യ മന്ത്രാലയം. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.